ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇനി വെടിനിർത്തലിനൊന്നുമില്ല. ട്രംപ് ഇവിടെ G7 ഉച്ചകോടിയിൽ നിന്നും പകുതി വഴിക്ക് വിട്ട് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നത് ഈ ഒരു വെടിനിർത്തൽ കരാറിന് വേണ്ടിയിട്ടാണ് എന്ന് ഇമാനുവൽ മാക്രോൺ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല മാക്രോൺ. സംഭവം വെടിനിർത്തലൊന്നുമില്ല, ഇത് ഒരു ഡയറക്റ്റ് യുദ്ധത്തിലേക്ക് ഞങ്ങളും ഇറാനും ഏർപ്പെടേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഹോർമസ് കടലിടുക്കിന് ഇറാൻ തീയിട്ടു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ നമ്മുടെ ചർച്ചയിൽ സംസാരിച്ചതാണ്. ഇപ്പോ എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യം, വി ആർ നോട്ട് ഇൻ എ വാർ വിത്ത് ദ സിവിലിയൻസ് ഓഫ് ഇറാൻ. അതായത് ഞങ്ങൾ നിങ്ങളോടല്ല യുദ്ധം ചെയ്യുന്നത്, ഞങ്ങൾ നിങ്ങളെ ഇത്രയും വർഷമായിട്ട് ഒപ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ മത ഒരു സിസ്റ്റത്തിനോടാണ് ഞങ്ങളുടെ യുദ്ധം എന്ന് പറയുന്നത്. നിങ്ങളെ ഞങ്ങൾ ലിബറേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഖമനേയിയെ വധിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് 100%. അപ്പൊ ഖമനേയിക്ക് ഇതാണെങ്കിൽ തടുക്കാനും പറ്റില്ല. ഖമനേയി ബങ്കറിൽ പോയി, കാരണം ഖമനേയി കഴിക്കുന്ന മരുന്ന് ഇരിക്കുന്ന ഡപ്പി ഏത് കളറാണെന്ന് വരെ മൊസാദിന് അറിയാം. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാലോ, പേജർ ആക്രമണം നടന്ന സമയത്ത് ഖമനേയി ആ സമയത്തും ബങ്കറിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഖമനേയി കൊല്ലപ്പെട്ടു എന്നാണ് പല ആൾക്കാരും വിചാരിച്ചിരുന്നത്. ഈ ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇയാളെ കോൺടാക്ട് ചെയ്യാനൊന്നും ആർക്കും പറ്റിയിരുന്നില്ല. കാരണം ഈ പേജർ പൊട്ടിത്തെറിച്ചു. ഈ പേജറിൽ ഇന്റർനെറ്റ് ഇല്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. എങ്ങനെയാണ് മൊസാദ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു അന്താളിപ്പിൽ ലോകം നിൽക്കുമ്പോൾ ഖമനേയിക്ക് ഭയമായി പോയി. ഖമനേയി ബങ്കറിൽ പോയിട്ട് വൈദ്യുതി പോലും ഇല്ലാതെയാണ് അതിനകത്തിരുന്നത്. കാരണം ഖമനേയി ആർക്കും ഒരു ലെറ്റർ പോലും എനിക്ക് എഴുതരുതെന്ന് പറഞ്ഞു. നമ്മളെ ഒരു പുരാണത്തിൽ ഒരു കഥയുണ്ടല്ലോ, മറ്റേ തക്ഷകൻ ഈ പുഴുവായിട്ട് വരും എന്ന് പറയുന്നത്, ഒരു ലെറ്റർ പോലും എനിക്ക് എഴുതരുത്, ലെറ്റർ ബോംബ് അയക്കരുത് എന്നുള്ള രീതിയിലായിരുന്നു ഖമനേയുടെ ആ സമയത്തെ പ്രതികരണം. എന്നിട്ട് ഇതെല്ലാം കെട്ടടങ്ങി ലബനനിലെ ഹിസ്ബുള്ളയുടെയൊക്കെ ആപ്പീസ് ഊരി മറ്റേ ബങ്കർ ബ്ലസ്റ്റർ ഒക്കെ ഇട്ടിട്ട് അവിടെയുള്ള നസറുള്ളയൊക്കെ കൊന്നു കളഞ്ഞു. അപ്പൊ ഖമനേയി പതുക്കെ പുറത്തിറങ്ങിയിട്ട് വെല്ലുവിളിയൊക്കെ തുടങ്ങി. ഞാൻ അടിക്കും പിടിക്കും, മറ്റേ കീലേരി അച്ചുവിനെ പോലെ വെല്ലുവിളിയൊക്കെ തുടങ്ങി. അതിനുശേഷം വീണ്ടും ഖമനേയി സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോ ആ ഖമനേയിയെ വധിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഇസ്രായേൽ എത്തിയപ്പോൾ ട്രംപ് ആണ് പറഞ്ഞത്, ഇപ്പൊ വധിക്കരുത്, ഇപ്പോൾ ഖമനേയിയെ തീർക്കരുത്, ഖമനേയിയെ നമുക്ക് തീർക്കാം, സമയമുണ്ട്, ഞാൻ അതിൽ ചർച്ച നടത്തട്ടെ. 6 ചർച്ച നടത്തി, 6 ചർച്ചയും പരാജയമായിരുന്നു. പോരാത്തതിന് ആണവ കരാറിൽ നിന്ന് പിന്മാറി, ഇപ്പൊ ഹോർമസ് കടലിടുക്കിന് തീയിടുകയും ചെയ്തു. അപ്പൊ ഇനി ഖമനേയിയെ വധിക്കാനുള്ള ലൈസൻസ് ഇസ്രായേലിന് കിട്ടിയതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഖമനേയിയെ വധിക്കുക എന്നുള്ള ആ ഒരു പ്രൊസീജിയർ ഒരു ഭാഗത്ത് പോകുന്നു. അപ്പോഴും സിവിലിയൻസിന് ഞങ്ങൾ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് ഇസ്രായേൽ പറയുമ്പോഴും അവിടെ നട്ടാൻസ് എന്ന് പറയുന്ന ഒരു ആണവ നിലയത്തിന് ഇവർ അതിഭീകരമായിട്ടുള്ള ആക്രമണം നടത്തുന്നുണ്ട്. ഈ ന്യൂ ഫെസിലിറ്റീസിനെ എല്ലാം ഇവർ തകർക്കുകയാണ്. ആ രാജ്യത്ത് ആണവ ചോർച്ച ഉണ്ടാവുകയാണ് ചേട്ടാ. ആണവ ചോർച്ച ഉണ്ടാകുന്ന ഒരു രാജ്യത്ത് സിവിലിയൻസിന് എങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കും? അതൊരു ചോദ്യമല്ലേ? അതൊരു ചോദ്യമാണ്. അത് കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഒരു നിർബന്ധത്തിന് പറഞ്ഞതിന് ശേഷമാണ് ഈ ആണവ ചോർച്ചയും മറ്റുമൊക്കെ, അതായത് ഈ ന്യൂക്ലിയർ ഒരു ഏജൻസി ഉണ്ട്, ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി അടിയന്തരമായി യോഗം കൂടുകയും ആ കമ്മിറ്റി പ്രാഥമികമായിട്ട് അവർ വിലയിരുത്തിയിരിക്കുന്ന ഈ നദാൻസ് എന്ന് പറയുന്ന ഈ ആണവ നിലയത്തിന് ചോർച്ച ഉണ്ട്, കേടുപാടുകൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് അവര് അല്ല, ഈ ആണവ നിലയത്തിന് ചോർച്ച ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇറാന് മാത്രമല്ലല്ലോ, നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി വരെ ബാധിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പണ്ടേ ചർച്ച ചെയ്തു. അഫ്ഗാനിസ്ഥാനെ ബാധിക്കാം, ഇന്ത്യയെ ബാധിക്കാം. അപ്പൊ ഇസ്രായേൽ ഈ ആണവ നിലയത്തിന് ഇതിടുമ്പോ അത് വളരെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കില്ലേ? അല്ല, അത്ര വലിയ, ഇപ്പൊ ചെർണോബിലൊക്കെ നടന്നത് പോലെ ഒരു വലിയ ദുരന്തമല്ല അത്. അതിൽ ചോർച്ച ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. കാരണം ഈ ചോർച്ച ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് അടയ്ക്കാനുള്ള കാര്യങ്ങൾ ഇനി നോക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം അത് നിലവിൽ അത് എന്താണ് പ്രത്യാഘാതം ഉണ്ടാക്കുക എന്ന് പറയാനായിട്ടില്ല. അപ്പൊ അത്രത്തോളം ഒരു ഭീകര ഒരു ദുരന്തമല്ല. മറ്റേ ചെർണോബിലൊക്കെ എന്ന് വെച്ചാൽ അത് വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുകയും വലിയ രീതിയിൽ വ്യാപിക്കുകയും അങ്ങനെയല്ല ഇത്. അതിനൊരു ചെറിയ ഡാമേജ് വന്നിരിക്കുന്നു. ചെറിയ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഈ ആണവ കേന്ദ്രത്തിലേക്ക് ചെറിയ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് മെയിൻ്റെനൻസ് ചെയ്ത് വരുമ്പോൾ തന്നെ വർഷങ്ങളെടുക്കും. വലിയ പ്രയാസകരമാണ് പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ. നമുക്കറിയാം, ഇപ്പൊ ഈ പാകിസ്ഥാനില് അമേരിക്കയുടെ ഇത് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള കിരാനയില് അവരുടെ ഫ്ലൈറ്റ് വന്നിറങ്ങിയത്, പിറ്റേ ദിവസം അവരുടെ ഫ്ലൈറ്റ് ഇവിടെ എത്തി. അത് നന്നാക്കി എടുക്കുക വെച്ച് പ്രയാസകരമായ കാര്യമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഡാമേജ് വരുത്തുക എന്നേ ഉള്ളൂ മിക്ക രാജ്യങ്ങളും ചെയ്യുന്നത്. തകർത്തു കഴിഞ്ഞാൽ അത് ലോക ദുരന്തമായിട്ട് പോകും. തകർക്കില്ല, പകരം അതിന് ഡാമേജ് വരുത്തും. ഡാമേജ് വരുത്തി കഴിഞ്ഞാൽ ഈ ആണവ കേന്ദ്രങ്ങളുടെ ഒരു പ്രധാന പ്രത്യേകത ഇതിന് പെട്ടെന്ന് നമുക്ക് മറ്റു കെട്ടിടങ്ങളൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ചെയ്യാൻ കഴിയില്ല ഇത്. കാരണം ഇത് കെട്ടിടങ്ങളല്ലല്ലോ, അതിനുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ അത് ഒരു വലിയ ഇഷ്യൂ ആണ്. അപ്പൊ അതിലിങ്ങനെ ഉണ്ട് എന്നവർ പറയുന്നു. അത് എത്രത്തോളം ഉണ്ട് അതിന്റെ വ്യാപ്തി എന്നുള്ളതിനെ കുറിച്ച് അവർ പഠിച്ചിട്ടില്ല. പക്ഷെ പ്രാഥമികമായിട്ട് അവർ പറയുന്നു ഇങ്ങനെ ഒരു ഡാമേജ് അതിന് പറ്റിയിട്ടുണ്ട്, അത് ചോർച്ചയുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിന്റെ വ്യാപ്തിയോ കാര്യങ്ങളോ അവർ
പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ആകെ ഒരു ആശ്വാസം. ചിലപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അറിയാൻ പറ്റുമായിരിക്കും അത് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരു 2-3 മാസം മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നിങ്ങളുടെ സ്വാതന്ത്ര്യം വളരെ അടുത്തെത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അതെ. നേടാൻ പോവുകയാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഇറാനിയൻസിനെ മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ടൊരു വീഡിയോ ബെഞ്ചമിൻ നെതന്യാഹു ഇറക്കുകയുണ്ടായി. അത് നമ്മളടക്കം അത് ചർച്ച ചെയ്യുകയും വാർത്ത ചെയ്യുകയും ഒക്കെ ചെയ്തൊരു ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ഒരു ഇത് ഇപ്പൊ അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയേണ്ടി വരും. ഇവിടെ ഇറാൻ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്റർനാഷണൽ മീഡിയാസ് അടക്കം പറഞ്ഞിരുന്ന കാര്യമുണ്ട്. ഈ ഖമേനിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനെ പോലും ഇസ്രായേൽ കൊന്നു കളഞ്ഞിരിക്കുന്നു. അതായത് ഖമേനിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ, അംഗരക്ഷകൻ, എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്ന സന്തത സഹചാരി. അപ്പോൾ ആ വ്യക്തിയെ പോലും ഇസ്രായേലിന് കൊല്ലാൻ കഴിയുമെങ്കിൽ ഖമേനി അവരുടെ റഡാറിന് അപ്പുറത്തേക്കല്ല, റഡാറിൽ തന്നെയാണ്. അത് ഇസ്രായേലും പറയുന്നുണ്ട്, ഖമേനി ഞങ്ങളുടെ റഡാറിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഖമേനിയെ ഇങ്ങനെ നിരന്തരം അവർ കൊല്ലാതെ ഇച്ചിരി നീട്ടിക്കൊണ്ട് പോകുന്നു എന്ന് വെച്ചാൽ, ബെഞ്ചമിൻ നെതന്യാഹു പ്രത്യേകിച്ച് ആ ഒരു ഏരിയയുടെ, അല്ലെങ്കിൽ യൂറോപ്യൻസിന് പൊതുവെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീരോചിതമായിട്ടുള്ള ഒരു ഒരു അസാസിനേഷൻ നടത്തുക, അതിൽ നിന്നൊരു വീരപരിവേഷത്തിലേക്ക് എത്തുക, അതിനൊരു ഡ്രാമാറ്റിക് ഒരു ബാക്ക്ഗ്രൗണ്ട് നൽകുക. ഇതൊക്കെയാണ് ഇവര് സാധാരണ നമ്മൾ ബില്ലാദിനെയൊക്കെ കൊന്നതിന്റെ ഒരു വലിയ സംഭവം നമ്മൾ കണ്ടതാണ്. അവിടുത്തെ അതെ പ്രശ്നങ്ങളെല്ലാം അതെ തീർന്ന് കുറെ നാളുകൾക്ക് ശേഷം ബില്ലാദിനെ കൊല്ലുന്നു, അതിന്റെ ഒരു വലിയ ഹൈലൈറ്റിലേക്ക് അവരെത്തുന്നു. അപ്പം അതുപോലെ തന്നെയുള്ള ഒരു രീതിയിലേക്കായിരിക്കണം ഒരു പക്ഷെ പോകുന്നത്. അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് തൊട്ടടുത്ത സഹചാരിയെ കൊല്ലുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഖമേനി എന്ന് പറയുമ്പോൾ അത്ഭുത ജീവിയൊന്നുമല്ലല്ലോ ഒളിച്ചു മാഞ്ഞു പോകാനൊന്നും. അപ്പൊ ഉണ്ടാകുന്നു. അത് മാത്രവുമല്ല, ഈ ഇസ്രയേലാണ് ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ ചാരസംഘടനയ്ക്ക് വേണ്ട സഹായങ്ങൾ ആദ്യഘട്ടത്തിൽ ചെയ്തു കൊടുത്തത്. അന്ന് ഇവർ തമ്മിൽ ഞാൻ പറഞ്ഞില്ലേ, ഇസ്രയേലുമായിട്ട് ഏറ്റവും അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇറാൻ. ഇറാന്റെ 44% എണ്ണ വാങ്ങിക്കൊണ്ടിരുന്ന ഇസ്രായേലാണ്. അതായത് ഇറാന് വേണ്ട എല്ലാ സഹായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഈ അനവധി സിനിമകൾ ഇറങ്ങിയിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഫാഷൻ ഷോകൾ നടന്നിരുന്ന ഒരു രാജ്യമാണ്. ഒരുപാട് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനങ്ങൾ, അതായത് ഈ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന സ്ഥാപനങ്ങൾ നടന്നത്. അങ്ങനെ ഒരുപാട് സാംസ്കാരികപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. അവിടെയാണ് ഈ ഖമേനി വന്നിട്ട് ഇതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഒറ്റയടിക്ക് ഇല്ലാതാക്കി. അപ്പൊ അതിന്റെ ഒരു പ്രതിഷേധം അവിടുത്തെ പുതിയ തലമുറയ്ക്ക് വലിയ രീതിയിലുണ്ട്. അത് മാത്രമല്ല, ഇസ്രായേൽ വളരെ കാലമായിട്ട് അവിടെ ശ്രമിച്ചു വരും. കാരണം അവര് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ അതിന്റെ പലരുടെയും ഒക്കെ തലപ്പത്തിരിക്കുന്നതും മറ്റുമൊക്കെ. അപ്പൊ ഇവരെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ മൊസാദിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പറയുന്നത് ഇതിനകത്ത് ഏതാണ്ട് കുറച്ചധികം ഉദ്യോഗസ്ഥന്മാർ, സൈനിക മേധാവികളടക്കം ഉദ്യോഗസ്ഥന്മാർ ഇസ്രായേലില് പ്രത്യേകിച്ച് മൊസാദിന്റെ ഡബിൾ ഏജന്റുമാരാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ആ സൈനിക മേധാവി 50 ലക്ഷം ഡോളർ ആണ് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അത് ഡബിൾ ഏജന്റുമാരായിട്ടാണ് ഇറാൻ. അതുകൊണ്ടാണ് ഇറാൻ ഭയക്കുന്നത്. എവിടെയാണ് എന്താണ് സ്വന്തം രാജ്യത്ത് സംഭവിക്കുന്നത് ഒരു പിടുത്തവുമില്ല. എവിടെ തിരിഞ്ഞാൽ ഇതിനകത്ത് ഏതാണ് ചാരനെന്നോ ഏതാണ് ഒറിജിനൽ എന്നോ ഒരു പിടുത്തമില്ല. ഈ വഴി കിടക്കുന്ന വണ്ടി നല്ലതാണോ അതോ ഇവിടുത്തെയാണോ, അത് ബോംബ് വെച്ചിട്ടുണ്ടോ എന്ന് പിടുത്തമില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു ഭയചകിതമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇറാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഇത് ഇറാൻ ഇപ്പൊ പുതിയതായിട്ട് മനസ്സിലാക്കുന്ന കാര്യമല്ലത്. അപ്പൊ അവർക്ക് വർഷങ്ങളായിട്ട് തന്നെ അറിയാം. നമ്മൾ കണ്ടതാണ്, ഹനിയെ കൊന്നത് എവിടുന്നായിരുന്നു? സൈനികരുടെ ഒരു ഹെഡ്ക്വാർട്ടറിൽ തന്നെ വെച്ച് അവിടുത്തെ ഒരു റൂമിൽ വലിയ പ്രൊട്ടക്ഷനോട് കൂടി കഴിഞ്ഞിരുന്ന ഹനിയാണ് അതെ 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 അവിടുന്ന് തട്ടിക്കളഞ്ഞത്. അപ്പം വെക്കേഷന് അവർക്കറിയാം പോയതായിരിക്കും. അവരുടെ ഉദ്യോഗസ്ഥൻ അതെ, അവർക്കറിയാം അവരുടെ ഒരു ഉദ്യോഗസ്ഥന്മാര് തന്നെയാണ് ഈ മൊസാദിന് വഴിയൊരുക്കി കൊടുക്കുന്നത്. ഇപ്പൊ അവര് ഇറാനിൽ ഉടനീളം അവർ നടത്തുന്ന ഈ സ്ഫോടനങ്ങൾ എങ്ങനെയാണ്? അവർ പുറത്തുനിന്നല്ല കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്, പകരം അവര് ഉം. ഇറാനിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള അവരുടെ ഡ്രോണുകളും മറ്റതും കൊണ്ടാണ് അവർ ആക്രമിക്കുന്നത്. അപ്പം ഇറാന്റെ ഒരു വലിയ വിഭാഗം ജനങ്ങള് ഈ പറയുന്ന ഖമേനി ഭരണത്തിന് എതിരാണ്. അവര് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഖമേനി പുറത്തു പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇറാൻ നിലനിൽക്കണമെന്നും മറ്റു രാജ്യങ്ങൾക്കൊപ്പം ഇറാൻ എത്തണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വലിയ തലമുറ അവിടെ ഉണ്ട്. അതൊന്ന്. ഉം. രണ്ടാമത്തെ കാര്യം, ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു വലിയ വിഭാഗം പേര് സൈന്യത്തിലും മറ്റ് സേവന രംഗത്തും നിലയുറപ്പിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇറാന്റെ അകത്ത് നമുക്ക് എപ്പോഴും ഈ അകത്ത് ചതി നടന്നു കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. നമ്മളറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചാരന്മാരുണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം. അതെ അതെ ജ്യോതി എന്നൊക്കെ പറയുന്ന യൂട്യൂബറിനൊക്കെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ജ്യോതി 10 മൽഹോത്ര. പേരെടുത്താൽ ഏതാണ്ട് ഒരു ജ്യോതി മൽഹോത്ര. ഇവിടെ അങ്ങനെയല്ല. 10 പേരെടുത്താൽ ഏതാണ്ട് ഒരു 3 പേരെങ്കിലും കുറഞ്ഞത് ഈ മൊസാദിന്റെ ഡബിൾ ഏജന്റുമാരായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു വിഷയമുണ്ട്. ഉം. പിന്നെ എല്ലായിടത്തും കാണുന്നത് പോലെ തന്നെ
ഈ മത മൗലികവാദ തലപ്പത്തിരിക്കുന്നവർ അവസാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ മുഴുവൻ വാരി വലിച്ചിട്ടിട്ട് പോവുക എന്നുള്ള കാരണം. നമ്മൾ പരാജയം കാണുമ്പോൾ മുൻപിൻ നോക്കാതെ നമ്മൾ ഇത്തരത്തിലൊരു ആയുധ ആക്രമണം നടത്തും. അതാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇറാൻ ഒരു ചെറിയ മീനല്ല. കാരണം അത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നില്ലേ. അത് മുമ്പും നമ്മൾ പറഞ്ഞിരുന്നു, ഇറാൻ വളരെ ഈസി ആയിട്ടല്ല കാര്യങ്ങൾ. ടെല്ലവീവിൽ പോലും അവർക്ക് മിസൈലുകൾ ഇട്ടിട്ട് ടെല്ലവീവിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത അവർ ഉണ്ട് എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ രീതിയിൽ കാഷ്വാലിറ്റി അല്ല എങ്കിൽ പോലും കാഷ്വാലിറ്റി ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ തന്നെ അവർ 20 മിസൈലുകളാണ് വിട്ടത്. പക്ഷെ അതിൽ പലതും അയൺഡോമിന് തകർക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും ചിലത് അവിടെ വീണു. അവർ പറയുന്ന തുറസായ സ്ഥലങ്ങളിലാണ് വീണത് ഈ എന്ന് ഇസ്രായേൽ പറയുന്നു. ഈ ഇറാനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ബിജേട്ടൻ പറഞ്ഞല്ലോ ഇറാൻ ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞില്ല. ഇവിടെയുള്ള പല ആൾക്കാരുടെയും വിചാരം ഇറാൻ ഒരു പാവം രാഷ്ട്രമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവിടെയുള്ള ഈ സുഡാപ്പികളൊക്കെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന നെറേറ്റീവ് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വിമിക്സിൽ ചോദിച്ചതുപോലെ പാകിസ്ഥാന് ആണവായുധം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇറാൻ ഉണ്ടാക്കിക്കൂടാ എന്നൊക്കെയുള്ള വലിയ നെറേറ്റീവുകൾ അവിടെ ചോദിച്ചു. അപ്പോൾ അതിന് കൃത്യമായിട്ട് മറുപടി വന്നു, പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഭീകരവാദികളെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഇറാൻ ഭീകര രാഷ്ട്രങ്ങളെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കറക്റ്റായിട്ടുള്ള മറുപടിയായിരുന്നു. അപ്പോൾ ഈ ഇറാന്റെ ഇതിനെപ്പറ്റി പറയാം, ഈ ഖമനേയി എന്ന് പറഞ്ഞ ഒരു പാവ മനുഷ്യൻ, അയാൾ ഒരു മറ്റേ മൂടി പൊതിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇവർ യഥാർത്ഥത്തിൽ ഇവിടെ ഖമനേയിയെ നറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 1975 ഇറാൻ എന്ന് പറയുന്ന ഇത്രയും സമ്പുഷ്ടമായിട്ടുള്ള ഒരു രാഷ്ട്രം അത് മതരാഷ്ട്രമായി മാറിയപ്പോൾ ആ മതരാഷ്ട്രത്തിൽ ഇറാനെ എത്രയോ കാതങ്ങൾ പിന്നോട്ടടുപ്പിച്ച ഒരു മനുഷ്യനാണ് ഈ ഖമനേയി എന്ന് പറയുന്നത്. പിന്നെ ഈ ഖമനേയിയുടെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടുകാർക്ക് പ്രധാനമായിട്ട് അറിഞ്ഞുകൂടാ. ഇവർ തന്നെ പറയുന്നത്, ഈ ഷിയ മുസ്ലിങ്ങൾ തന്നെ പറയുന്നത്, പ്രോഫറ്റ് മുഹമ്മദ്, അതായത് മുഹമ്മദ് നബിയുടെ പരമ്പരയിലെ 38ാമത്തെ ആളാണ് ഈ ഖമനേയി എന്ന് പറയുന്നത്. ഇപ്പൊ ഇരിക്കുന്ന ഖമനേയി എനിക്ക് തോന്നുന്നു 3ാമത്തെ ഖമനേയി ആണെന്ന് തോന്നുന്നു. ഇയാളുടെ അധികാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാനിലെ പരമോന്നത നേതാവ് ആയിട്ടുള്ള ഖമനേയിയെ ഒരു വിദഗ്ധരുടെ അസംബ്ലിയാണ്, മത അസംബ്ലിയാണ് ഇയാളെ സെലക്ട് ചെയ്യുന്നത്. സായുധ സേനയുടെ സർവ്വ സൈന്യാധിപത്യം, സംസ്ഥാനത്തിന്റെ എല്ലാ ശാഖകളും, ജുഡീഷ്യറി, നിയമസഭ, എക്സിക്യൂട്ടീവിന്റെ തലവൻ, അതിന്റെ പരമോന്നത നേതാവാണ് ഈ ഖമനേയി എന്ന് പറയുന്നത്. ഇയാൾക്കില്ലാത്ത അധികാരങ്ങളൊന്നുമില്ല അവിടെ. ഇയാൾക്ക് ഒരാളെ കൊല്ലാം, തല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. താഴെ ഈ ഓഫീസ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത് പോലെ ഇറാനിലെ ചീഫ് ജസ്റ്റിസ് ആണ് ഇയാൾ. ഇറാനിൽ ഇയാളാണ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. പോരാത്തതിന് സാംസ്കാരിക വിപ്ലവത്തിന്റെ സുപ്രീം കൗൺസിൽ ഇയാളാണ്. ഗാർഡിയൻ കൗൺസിലെ 12 അംഗങ്ങളെ സെലക്ട് ചെയ്യുന്ന ഇയാളാണ്. പ്രതിരോധം, ഇന്റലിജൻസ്, വിദേശകാര്യ, ആഭ്യന്തരം, ശാസ്ത്രം എന്നീ വകുപ്പുകളെല്ലാം ഇയാളുടെ കയ്യിലാണ്. അതായത് അവിടെ വേറെ ആർക്കും യാതൊരുവിധ സാഹചര്യവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്നലെ ഇറാനെ കുറിച്ചൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ പ്രധാനമായിട്ടും അതിനകത്ത് കണ്ടൊരു സംഭവം, നമ്മൾ കാളവണ്ടിയിൽ നിന്നും കാറിലേക്ക് എത്താനായിട്ട് 500 വർഷം എടുത്തു. കാളവണ്ടിയിൽ നിന്നും കാറിലേക്ക് എത്താനായിട്ട്. പക്ഷെ കാറിൽ നിന്നും സ്റ്റെൽത്ത് ബോംബറുകളിലേക്ക് നമ്മൾ എത്താൻ 50 വർഷം മാത്രമേ എടുത്തുള്ളൂ. ആ ഒരു ഗ്യാപ്പ് ശ്രദ്ധിക്കണം. അതായത് കാളവണ്ടിയിൽ നിന്ന് കാറിലേക്ക് എത്താൻ 500 വർഷം, കാറിൽ നിന്ന് സ്റ്റെൽത്ത് ബോംബറുകളിലേക്ക് എത്താൻ 50 വർഷമേ എടുത്തുള്ളൂ. അതായത് വളരെ പെട്ടെന്നെത്തി. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ മതം എന്ന് പറയുന്ന ഒരു സാധനം തലയ്ക്ക് പിടിക്കുന്ന ആൾക്കാർ വളരെ കുറയുന്നത് കൊണ്ടാണ്. ഈ മതം നേർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ശാസ്ത്രത്തിന് വളർച്ചയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം 1975 മതരാഷ്ട്രമായപ്പോൾ ഇതൊരു ഭീകര രാഷ്ട്രമായിരുന്നു, അതിഭീകര രാഷ്ട്രമായിരുന്നു. ആ ഭീകരരാഷ്ട്രം ആ മതത്തിനെ നേർപ്പിക്കാതെ രാജ്യത്തെ ജനങ്ങളിലേക്ക് അത് അടിച്ചമർത്തി പട്ടിണി, ദാരിദ്ര്യം, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ശാസ്ത്ര സാങ്കേതികം പോലും അയാളുടെ കയ്യിലായിരുന്നു. അപ്പൊ അറിയാലോ ആ രാജ്യത്തിന്റെ വികസനം എങ്ങനെയായിരുന്നു എന്ന്. അങ്ങനെയാണ് ഇറാൻ ഇപ്പൊ കണ്ട ശോഷിച്ച നിലയിലേക്ക് എത്തിയത് അല്ലേ. ഈ ഇറാൻ പഴയ ഒരു ലെവലിലോട്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലും ഇറാനും ഒരു എന്താ പറയാ ഒരേ ത്രാസിൽ തൂങ്ങേണ്ട രണ്ട് ഒരു രാഷ്ട്രങ്ങളായിരുന്നു. അപ്പോൾ ഇറാനെ നമ്മൾ കുറച്ച് കാണേണ്ടതായിട്ടില്ല. ഇപ്പോഴും ആ പഴയ ഒരു പ്രൗഢിയുടെ എവിടെയൊക്കെയോ ആ ഒരു എന്താ പറയുക അലയൊലികൾ ഇറാന്റെ അവിടെ എവിടെ ഉണ്ടെന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ സമ്പൂർണ്ണമായിട്ടും ആ മതരാഷ്ട്രത്തിൽ നിന്ന് വിടിവിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് എന്നാണ് ഇസ്രായേലിന്റെ പോയിന്റ്. പക്ഷെ അവിടെയുള്ള ജനങ്ങൾ അത് ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു 3 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇതൊരു വലിയ യുദ്ധമായിരുന്നു. 3 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇസ്രായേലും ഇറാനും ഏതാണ്ട് കട്ടക്കടിച്ച് നിന്നേനെ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന് ചുറ്റും കിടക്കുന്നത് ഇറാന്റെ പ്രോക്സികളാണ്. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തീസ്, സിറിയയിലെ ഭരണാധികാരികള്, ഒപ്പം തന്നെ ഹമാസ്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് 4 പാടും അവർക്ക് അറ്റാക്ക് ചെയ്യേണ്ടി വന്നേനെ. ഇസ്രായേൽ വളരെ ബുദ്ധിപൂർവ്വമാണ് നീക്കിയത്. കാരണം അത് വളരെ ബുദ്ധിപൂർവ്വം എന്ന് നമുക്ക് പറയേണ്ടി വരും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർ ഹിസ്ബുള്ളയെ പെട്ടെന്ന് ഇങ്ങനെ അടിക്കേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഹമാസിനെ അടിച്ച് ഇവരങ്ങ് ഒതുക്കിക്കൊണ്ടേയിരിക്കുന്നു. അവർ കുറെ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് ഒരു 75% ഹമാസ് ഒതുങ്ങി കഴിഞ്ഞപ്പോഴേക്കാണ് ഹിസ്ബുള്ളയുടെ നേർക്ക് തിരിയുന്നത്. ഹിസ്ബുള്ള അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റോക്കറ്റുകളൊക്കെ വിട്ടുകൊണ്ട് ഇങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. ഹിസ്ബുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഘടനയാണല്ലേ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സംഘടനയാണ്.
ഭയങ്കര സ്ട്രോങ് ഒരു രാജ്യം അവരുടെ കയ്യിൽ തന്നെയല്ലേ. സ്ട്രോങ് അതെ 1.5 ലക്ഷം സേനാംഗങ്ങളുണ്ട് അവര്. അപ്പൊ അവര് ഉം. പിന്നെ അപ്പൊ ഞാൻ കരുതിയിട്ട് ഇതെന്താ ഇപ്പൊ ഇസ്രായേൽ ചെയ്യുന്നത്? കാരണം ഹമാസുമായിട്ട് അവർ വലിയൊരു വാറിലാണ്. അവിടെ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കുമ്പോൾ എന്തിനാണ് ഇവർ ഈസ്ഫുൾ? കാരണം തൽക്കാലം അവർക്കൊരു റെസ്റ്റ് കൊടുക്കാമായിരുന്നു പിന്നീട്. പക്ഷെ അവിടെ അല്ല. ഇസ്രായേലിന്റെ ഒരു അതാ ഞാൻ പറഞ്ഞത്, ജൂതന്റെ ബുദ്ധി പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവൻ ചെയ്തത്. കാരണം അവന്റെ ലക്ഷ്യം മുഴുവൻ, അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അവന്റെ ലക്ഷ്യം മുഴുവൻ ഈ ഗസയോ ഹിസ്ബുള്ളയോ ഒന്നുമല്ല. അവന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇറാനാണ്. അതിനെ അടിച്ചൊതുക്കുക എന്നുള്ള ലക്ഷ്യം. അപ്പൊ അവൻ എന്താണ് ചെയ്തത്? ആ ഇറാനിലേക്ക് പോകുന്ന വഴി എല്ലാം ക്ലിയർ ചെയ്തു. ഹമാസിനെ അതെ. തീർത്തു. അത് കഴിഞ്ഞിട്ട് ഹിസ്ബുള്ളയെ തീർത്തു. ഹിസ്ബുള്ളയെ തീർത്ത് കഴിഞ്ഞിട്ട് സിറിയയിലെ ഭരണകൂടത്തെ ട്രംപും ഇസ്രായേലും എല്ലാം കൂടെ ചേർന്ന് മറിച്ചിട്ടിട്ട് ഇസ്രായേലിന്റെ അതിർത്തികളെല്ലാം അവർ സേഫാക്കി. സിറിയയിൽ നിന്നുള്ള കുറെ ഭാഗങ്ങളോടൊക്കെ ചേർത്ത് അവർ സേഫാക്കി എടുത്തു. മറ്റൊന്ന് ഹൂത്തീസിനും ട്രംപ് വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ബോംബ് പരീക്ഷിക്കുന്നവരുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ കൊണ്ടിടും. അതെ. അങ്ങനെ പോകുന്നു. അപ്പൊ ഇവരെ എല്ലാം ശരിക്കും പറഞ്ഞാൽ എന്ത് പറ്റി? ക്ഷയിപ്പിച്ചു. പക്ഷെ ഇവിടെയും ഇറാന് പിന്തുണ കൊടുത്തുകൊണ്ട്, ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു രാജ്യം പ്രധാനമായും പാകിസ്ഥാനാണ്. അതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, ഇതൊന്ന് കഴിയട്ടെ, റെസ്റ്റ് ഒന്നും ഞങ്ങൾക്കില്ല, കാരണം ഞങ്ങൾ സ്ഥിരം ഈ പണി തന്നെയാണ് ചെയ്യുന്നത്, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറയുന്നതിന്റെ കാരണം അതായിരുന്നു. അപ്പം അന്നായിരുന്നുവെങ്കിൽ, അതായത് ഈ ഹമാസുമായിട്ട് വാറ് തുടങ്ങുന്നതിന് മുമ്പായിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷമെങ്കിൽ കുറച്ച് കടുകട്ടിയായി പോയത്. കാരണം ഉം. ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ഭാഗത്തു നിന്നല്ല, അവരുടെ പല യുദ്ധമുഖങ്ങൾ, പ്രത്യേകിച്ച് ഇറാൻ പോലെയല്ല, ഹിസ്ബുള്ളയുടെ ആയാലും ഈ ഹമാസ് ആയാലും നമ്മുടെ ഈ പറയുന്ന ഹൂത്തീസ് ആയാലും ചില അസദ് ഭരണകൂടമായാലും ഒക്കെ തന്നെ അതിർത്തി പങ്കിടുന്നവരാ. അവരുടെ അറ്റാക്ക് ഇത് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഹിസ്ബുള്ളയുടെയൊക്കെ തകർച്ച ഖമേനിയെ വല്ലാതെ തകർത്ത് കളഞ്ഞു. കാരണം ഹിസ്ബുള്ള പോയി എന്ന് പറയുമ്പോഴത്തേനും ശത്രുവിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു അറ്റാക്കിംഗ് പോയിന്റ് ആണ് തീർന്നത് അവിടെ. ഹമാസ് തീരുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ വിഷയമൊന്നുമല്ല. പക്ഷെ ഹിസ്ബുള്ള തകരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇറാൻ തീർന്നു. ഖമേനിയുടെ മാനസികമായ അദ്ദേഹത്തിന്റെ വലിയൊരു തകർച്ചയിലേക്ക് അദ്ദേഹം പോയി. കാരണം അതായിരുന്നു ഇസ്രായേലിനെതിരെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട യുദ്ധമൊക്കെ, അത് തീർന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് അസദ് ഭരണകൂടത്തെ തകിടം മറിച്ചുകൊണ്ട് അവിടെ പുതിയ ഭരണകൂടം വരുന്നു. അതോടുകൂടി ആ പ്രതീക്ഷയും പോയി. പിന്നെ ഹൂത്തികൾ പഴയതുപോലെ അല്ല, അവർക്ക് വലിയ ഒരു ശക്തിയും കാര്യങ്ങളും ഇപ്പോഴില്ല. ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും ഇറാന്റെ ചിറകരിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ പറയുന്ന ഇസ്രായേൽ ഇറാന്റെ നേർക്ക് തീർന്നത്. ഇവിടെയാണ് ഈ ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങളെ ഇസ്രായേൽ നോട്ടമിടുന്നത്. ഇല്ല എങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ തന്നെ ഈ ഇറാൻ വിടുന്ന മിക്കവാറും ചില മിസൈലുകളൊക്കെ ഇസ്രായേലിൽ പതിക്കുന്നുണ്ട്. ഇസ്രായേലിൽ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നുണ്ട്, അവിടെ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്, ബിൽഡിങ്ങുകളും മറ്റും തകരുന്നുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് യാഥാർത്ഥ്യം സത്യമല്ലാതാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക മാത്രമല്ല, അതിപ്പം നമ്മുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന തല്ലാണെങ്കിലും അങ്ങനെയാണല്ലോ, അങ്ങോട്ട് അതെ. മാത്രം അതെ. കൊടുക്കുന്നല്ലോ തല്ല്. ഇപ്പൊ മോഹൻലാൽ പറഞ്ഞു ഗീവ് ആൻഡ് ടേക്ക് എന്നാണല്ലോ തല്ലിന്റെ ഒരു രീതി. അങ്ങോട്ട് അതെ. കൊടുക്കുക, അതെ. തിരിച്ചിങ്ങോട്ട് കിട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇത്. പക്ഷെ അത്ര വലിയ പവർഫുൾ അല്ലാതെ പോയതിന്റെ കാരണം, ഇതൊരു 3 വർഷമായിരുന്നെങ്കിൽ പ്രവചനാതീതമാകുന്ന ഒരു, പക്ഷെ അവസാന ജയം ഇസ്രായേലിന് തന്നെ ആയിരിക്കാം, പക്ഷെ എന്നാലും ഒരു പ്രവചനാതീതമായ ഒരു യുദ്ധമായി മാറിയാണ്. പക്ഷെ ഇപ്പോൾ അതിനുള്ള സാധ്യതകളില്ല. എന്നിട്ട് പോലും ധനുഷ് പറഞ്ഞതുപോലെ അത്ര ദുർബലമല്ല അവര്. ഇപ്പോഴും അവരുടെ ചില പവറുകളുണ്ട്. കാരണം അവരുടെ കയ്യിൽ ഇരിക്കുന്ന ചില മാരകശേഷിയുള്ള മിസൈലുകളും മറ്റുമൊക്കെ ഉണ്ട്. അതൊക്കെ അവർ അത് എങ്ങോട്ട് യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് രാവിലെ കേട്ടൊരു പ്രധാനപ്പെട്ട വാർത്ത, ഹോർമിസ് കടലിടുക്ക് തീ പിടിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ അടുത്ത നീക്കം എന്താ എന്നുള്ളത് ഒരു നിർണായകമായ കാര്യമാണ്. ഈ അളപൊട്ടിയ ചേര കടിക്കും എന്ന് പറഞ്ഞ ഖമേനിക്ക് എന്തായാലും കാര്യങ്ങൾ മനസ്സിലായി. തന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു, തന്റെ യുഗം അവസാനിച്ചിരിക്കുന്നു, തനിക്കിനി ഒരു യുഗമില്ല. അപ്പോൾ ഒരു സ്വേച്ഛാധിപതി എന്തായിരിക്കും ആഗ്രഹിക്കുക? അദ്ദേഹം ഒരു തികഞ്ഞ സ്വേച്ഛാധിപതിയാണത്. അത് അവിടെ ഒരു പേരിന് വേണ്ടിയിട്ട് ഒരു ജനാധിപത്യ പ്രക്രിയ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ലോകരാഷ്ട്രങ്ങളുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾക്ക് വളരെ എളുപ്പത്തിൽ കഴിയുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഖമേനി എന്ന് പറയുന്നത് ഒരു സ്വേച്ഛാധിപതിയാണ്. ഒരു സ്വേച്ഛാധിപതി അവസാന കാലഘട്ടത്തിൽ എന്തായിരിക്കും ചെയ്യുന്നത്? അവസാന കാലത്ത് അദ്ദേഹം എന്താ എല്ലാം കയ്യിലിരിക്കുന്ന എല്ലാം വാരി വലിച്ചിട്ട് തന്നെ തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ, അല്ലെങ്കിൽ തന്റെ അധികാരങ്ങളെല്ലാം വീണ്ടും തിരിച്ചെടുക്കാൻ കഴിയുമോ? പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ ഇവരുടെ ഒരു മാനസിക പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഹീറോസ് ആണ്. ഹീറോസിന് ഒരിക്കലും സീറോ ആകാൻ കഴിയില്ല, ഇല്ലെങ്കിൽ ഒളിച്ചോടാൻ കഴിയില്ല, ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. അവസാന നിമിഷം വരെ പോരാടുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് സംഭവം പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഖമേനിയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നത്. ഒരുപക്ഷെ ഖമേനിയെ വധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ഉടൻ തന്നെ ചെയ്യാൻ പോകുന്നത് വെടിനിർത്തലിലേക്കായിരിക്കും. അങ്ങനെയെങ്കിൽ ഇറാനിൽ ഒരു വലിയ പ്രക്ഷോഭത്തിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. ജനങ്ങൾ തെരുവിലിറങ്ങും, ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാകും, പുതിയ ഇലക്ഷൻ നടത്തണമെന്ന് പറയും. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പെഷസ്കിയാനോട് തന്നെ ഒരു പുതിയ ഭരണക്രമം ഉണ്ടാക്കാൻ പറയും. അങ്ങനെയെങ്കിൽ അത് ഇറാന്റെ ഒരു
റീബർത്തിലേക്ക് പോകും. ഏതാണ്ട് ഒരു 10-30 വർഷത്തിന് ശേഷം വീണ്ടും പഴയ ഇറാൻ വസന്തം തിരിച്ചു വരും എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ലോകത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. അവർ ഇന്നലെ വരെയൊക്കെ വലിയ സംഭവം എന്ന് പറഞ്ഞ് പാകിസ്ഥാനെ 4 ദിവസം കൊണ്ട് ഇന്ത്യ അടിച്ച് മൂലയ്ക്ക് കയറ്റി. ഇറാനായിരുന്നു അവരുടെ ഒരു വലിയ സംഭവം. ഇറാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഇറാനെ അടിച്ചൊരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അധികം കിടന്നിട്ട് വലിയ നെളിപ്പ് നടക്കാൻ സാധ്യതയില്ല. പിന്നെയുള്ളത് ബംഗ്ലാദേശിന്റെ ഒക്കെ ഇടയ്ക്ക് ഒരു വാർത്ത വന്നായിരുന്നു. നമ്മൾ ഈ തിരക്ക് മൂലം ശ്രദ്ധിക്കാതെ പോയത്, എന്താണോ അവിടുത്തെ അവസ്ഥ എന്നറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ മാത്രമല്ല, അവരൊക്കെ ഇനി വലിയ തലവെക്കാൻ സാധ്യതയില്ല. കാരണം മെയിൻ വലിയ എന്താണ് ദാതാക്കൾ എന്ന് പറഞ്ഞവരൊക്കെയാണ് ഇപ്പൊ അടി മേടിച്ച് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദാതാക്കളൊക്കെ പോയി കഴിയുമ്പോഴത്തേന് ഈ മിഡിൽ ഈസ്റ്റിലും ഏഷ്യയിലും ഒക്കെ ഏകദേശം ഇവിടുത്തെ 2 ദാതാക്കളായിരുന്നു, മെയിൻ ദാതാക്കളാണ് ഈ ഭാഗത്തെ. ഒന്ന് പിന്നെ നമ്മുടെ ഈ പറയുന്ന ഇറാനും മറ്റൊന്ന് പാകിസ്ഥാനുമായിരുന്നു. അഫ്ഗാനിസ്ഥാനികളൊക്കെ മുമ്പ് ഗുണ്ടാപ്പണി എടുത്തിരുന്നെങ്കിലും ഇപ്പൊ മാനവ മര്യാദയ്ക്കൊക്കെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയാലും ജീവിക്കണം എന്ന ആഗ്രഹം. ഇറാഖ് ഒരു സമയത്ത് ഭയങ്കര ശല്യമായിരുന്നല്ലോ സദാം ഹുസൈന്റെ സമയത്ത്. അവസാനം സദാം ഹുസൈനെ പിടിച്ച് തൂക്കുന്നപ്പോഴാണ് ഇറാഖ് ഒന്ന് അടങ്ങിയത്. അല്ല, ഈ ഇറാഖിൽ ഇപ്പോഴും ചില പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാഖ് ഒരു കൺട്രി ആയിട്ട് പൂർണ്ണമായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ യസീദികൾക്കും കുർദുകൾക്കും ഒക്കെ പ്രത്യേക പ്രവിശ്യയുണ്ട്. ആ പ്രവിശ്യയിൽ അവരാണ് ഭരണം നടത്തുന്നത്. അതുപോലെ തന്നെ ISISക്ക് പ്രത്യേക പ്രവിശ്യകളുണ്ട്. അപ്പൊ പ്രവിശ്യകളായിട്ട് അത് തിരിഞ്ഞു കഴിഞ്ഞത്. അപ്പൊ ഇപ്പൊ ഇറാനിനെ സംബന്ധിച്ച് അവർ പ്രവിശ്യകളായിട്ടൊന്നും തിരിഞ്ഞിട്ടില്ല. ഒരു കൺട്രി ആയിട്ട് തന്നെ നിൽക്കുന്നത്. അവർ കമേനി വധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുതിയ ഭരണകൂടം വരികയാണെങ്കിൽ ഒരു രാജ്യം തന്നെയായിട്ട് പോകും. മറ്റിടത്തെ അങ്ങനെയല്ല അവസ്ഥ. മറ്റിടത്ത് ഓരോ പ്രദേശമായിട്ട് പോകും. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അമേരിക്ക അവിടെ വന്ന് കിടക്കുന്നതെന്ന് അവർ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ലോകക്രമത്തിലേക്ക് പോകുന്നു. പിന്നെ ഇനിയും കുറെ പേരോടുണ്ട് ഇതിനകത്ത് കിടക്കുന്ന. അസർബൈജാൻ ഉണ്ട്. അപ്പൊ ഇറാൻ ഒതുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അസർബൈജാൻ കുറച്ച്, ഇപ്പൊ പാകിസ്ഥാൻ ഒതുങ്ങിയപ്പോൾ തന്നെ അസർബൈജാൻ ഏകദേശം 10 മടക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇറാൻ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ അസർബൈജാൻ പൂർണ്ണമായിട്ട് ഒതുക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, അഫ്ഗാൻ ഇനി കൂടുതലും ഇന്ത്യയുമായി അടുക്കാനുള്ള ശ്രമമായിരിക്കും നടന്നത്. കാരണം പുതിയൊരു ലോകക്രമം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ ഇസ്രായേൽ ആ ഒരു റിലേഷൻസ് വളരെ ഇതായിട്ട് പോകുന്നുണ്ട്. അതിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ കൂടി എത്തുമ്പോൾ അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ലോകത്ത് ഈ തീവ്ര ദേശീയതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി വരികയും അവരിൽ പലരും അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്തു. ഇറ്റലിയിലെ മെലോഡി ആണെങ്കിലും ഒപ്പം തന്നെ ഈ UK ഉള്ള റിഫോംസ് പാർട്ടിക്കാരാണെങ്കിലും ജർമ്മനിയിലുള്ള പാർട്ടിക്കാരാണെങ്കിലും ഒക്കെ വളർന്നു വരുന്ന ഒരു വലിയ സഖ്യം. പിന്നെ ഏതാണ്ട് സമാന ചിന്താഗതിയുള്ള ഭരണാധികാരികളാണ് പുടിൻ, മോദി, ബെഞ്ചമിൻ നെതന്യാഹു, മെലോഡി, ഇങ്ങനെ പോകുന്ന ഒരു ലോകക്രമം രൂപപ്പെട്ടു വരുന്നു. അപ്പൊ അതിനോട് ഒത്തുനിൽക്കാനായിരിക്കും ഏവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അഫ്ഗാനും ഒക്കെ ഇന്ത്യയോട് കുറച്ചുകൂടെ ഒക്കെ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ചേർന്ന് നിന്നില്ലെങ്കിൽ അടി കൊണ്ട് മെഴുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ലോകം മുഴുവൻ ഇപ്പൊ തീവ്ര വലതുപക്ഷം, യുവമാരുടെ ശല്യം കാരണം തീവ്ര വലതുപക്ഷത്തിന് ഓപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചേർന്ന് നിന്നില്ലെങ്കിൽ അടി കൊണ്ട് മെഴുക, അത് അത്ര മാത്രമേ ഉള്ളൂ. കാരണം അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ താലിബാൻ ഇന്ത്യയോട് ചേർന്നില്ലെങ്കിലോ ലോകരാജ്യങ്ങൾക്ക് ശല്യം ഉണ്ടാക്കാൻ ഇറങ്ങിയാലോ താലിബാനെ മൊത്തത്തിൽ തീർത്ത് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുള്ള കരുത്തും കഴിവും ഇപ്പോൾ ഒറ്റ സെക്കൻഡിൽ തന്നെ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. താലിബാന് ചുറ്റും കിടക്കുന്നതല്ല, പ്രത്യേകിച്ച് ചൈനയ്ക്കുണ്ട്, ഇന്ത്യക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടെന്ന് താലിബാന് നല്ലപോലെ അറിയാം. പിന്നെ അവർക്ക് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പൈസ ഇല്ല കയ്യിൽ. പൈസ ഇല്ലാത്തതാണ്. പൈസ ഉള്ള സ്ഥലത്ത് മാത്രമേ ഈ നെകളിപ്പൊക്കെ നടക്കുള്ളൂ. മണി ഈസ് അൾട്ടിമേറ്റ്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ പൈസ കയ്യിലോട്ട് വരുമ്പോൾ അത് ഭീകരവാദത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇവർക്ക് പറ്റിപ്പോകുന്നത്. അതൊക്കെ സൗദിയും ബാക്കിയുള്ള രാജ്യങ്ങൾ പൈസ കയ്യിലോട്ട് വരുമ്പോൾ അവര് സ്വന്തം രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ രാജ്യത്ത് നല്ല ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു, ജനങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് ഭീകരവാദത്തിലോട്ട് തിരിയാൻ തോന്നില്ല. കാരണം ഭീകരവാദത്തിലോട്ട് തിരിഞ്ഞാൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒരു 100 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതായിരിക്കും. അതൊക്കെ വന്ന് ഈ തീവ്ര വലതുപക്ഷ രാജ്യങ്ങൾ അടിച്ചുടച്ചിട്ടിട്ട് പോകും. ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ദുബായ് ഒക്കെ ആണെങ്കിൽ എത്ര നാൾ എടുത്തിട്ടാണ് ആ ലാൻഡൊക്കെ ബിൽഡ് ചെയ്ത് അവരെടുത്തത്. നാളെ ദുബായ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ദുബായ് ഭരണാധികാരി തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നു, അവിടെ യുദ്ധം വരുന്നു, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അവരങ്ങനെയൊന്നും തിരിയാനേ പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള രാജ്യത്ത് ഇതുപോലുള്ള ചില കടൽ കിഴവന്മാർ കയറിയിരുന്നുകൊണ്ട് ഞാൻ പ്രോഫറ്റ് മുഹമ്മദിന്റെ 38ാമത്തെ അനുയായിയാണ്, എന്നെ അനുസരിച്ചോണമെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇളവും. ഇത്തരത്തിലുള്ള അടികളൊക്കെ പ്രതീക്ഷിക്കാം. എന്തായാലും ഇതോടുകൂടി ഈ തീവ്രവാദത്തിന്റെ ഒരു അന്ത്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച്.